ഉമ്മ പെങ്ങന്മാരെ കുടുംബക്കാരെ ഞങ്ങൾക്കിവിടെ ഒരു പ്രശ്നവുമില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഇന്ന് രാത്രി നേരം സമയം 11 മണിയായി. ഈ സമയത്ത് ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളുടെ ജീവിതം ഒരു പ്രശ്നവുമില്ലാതെ സാധാരണ പോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടുത്തെ ഗവൺമെൻറ് നല്ല സംരക്ഷണ വലയം ചെയ്തു വെക്കുന്നുണ്ട്. ഒന്ന് കേട്ട് നോക്കാം, ഓരോരുത്തർ പറയുന്നത് നമ്മളൊന്ന് കേട്ട് നോക്കാലോ. ഇവിടെ ഇപ്പം ബഹ്റൈനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. നാട്ടിലുള്ള ജനങ്ങളെല്ലാം പ്രവാസ ലോകത്തുള്ള ആൾക്കാരെ പറ്റി ഭയങ്കര ടെൻഷനിലും പേടിയിലാണ്. പക്ഷേ ബഹ്റൈനിലുള്ള ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രവാസികളായ ആൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് കംപ്ലീറ്റ് സുരക്ഷ കൊടുക്കുന്നുണ്ട്. എന്ത് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ യുദ്ധം മിസൈൽ വീഴുന്നത് അമേരിക്കൻ്റെ ബേസുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് മിസൈൽ വീഴുന്നുള്ളൂ. ആ മിസൈൽ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഡിഫൻസിൻ്റെ ആൾക്കാർ അതിനെ മുകളിൽ നിന്ന് എന്താക്കുന്നത് നിർവീരാക്കുന്നുണ്ട്. പക്ഷേ ടി വിയിലും ന്യൂസെല്ലാം വരുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ് ബഹ്റൈനിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ന്യൂസ് വരുന്നത്. പക്ഷേ അത് നാട്ടിലെത്തുമ്പോൾ എന്താ, നാട്ടിലുള്ള നമ്മുടെ പ്രവാസ ലോകത്തുള്ള കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം വിളിച്ച് പരിഭ്രാന്തിയാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ പോലെ മൊഹറക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം ഷോപ്പൊക്കെ തുറക്കുന്നുണ്ട്, സാധാരണ പോലെ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ അവർ എന്തിനാണെന്ന് വെച്ചാൽ അവർ ഹലാർ അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രവാസിയൊക്കെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന അത്ര എന്തില്ല, നാട്ടിലുള്ള ജനങ്ങളെ പരിപാടി പോലത്തെ ഒത്തിരി പേടിക്കേണ്ട ഒരു ഘട്ടത്തിലല്ല പോകുന്നത്. ബഹ്റൈൻ ഗവൺമെൻറ് എപ്പോഴും നമ്മളെ കൂടിയാണ്. ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല. ന്യൂസ് ചാനലിലൊന്നും വരുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ജോലിക്ക് പോകുന്നുണ്ട്. ഇവിടെ ഞങ്ങളൊക്കെ നിൽക്കുന്നിടത്ത് സമാധാനമായിട്ടുള്ള അന്തരീക്ഷമാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. കാരണം ന്യൂസ് കണ്ടിട്ടുള്ള പ്രശ്നമാണ്. ന്യൂസിനകത്ത് വരുന്ന പോലുള്ള ഒരു പ്രശ്നങ്ങളും ഇപ്പം നിലവിൽ ഞങ്ങൾക്കില്ല. ഇവിടെ ഞങ്ങൾക്ക് വേണ്ട നല്ല ഇത് തരുന്നുണ്ട്. പിന്നെ പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലത്തു നിന്ന് ആൾക്കാരെ മാറ്റുന്നുണ്ട്. ഇതുവരെ ആർക്കും ഒരു അപകടങ്ങളും ഇവിടെ ആൾക്കാർക്കൊരു അപകടങ്ങളും ഉണ്ടായിട്ടില്ല. പറയാനുള്ളത്, നാട്ടിൽ വരുന്ന നിങ്ങൾ മിസൈൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ സാരൻ മുഴങ്ങുന്നു, മിസൈൽ വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് നാട്ടിലിങ്ങനെ ഫ്ലാഷ് ന്യൂസ് വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ സ്വന്തം മക്കളെ ഓർത്തിട്ട് സ്വന്തം കുടുംബനാഥനെയൊക്കെ ഓർത്തിട്ട് നിരന്തരം ഫോൺ വിളിയും അവർ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് പറയാനുള്ളത്, ഉമ്മ പെങ്ങന്മാരെ കുടുംബക്കാരെ ഞങ്ങൾക്കിവിടെ ഒരു പ്രശ്നവുമില്ല, വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങും, ഒരു കുഴപ്പവും ഇല്ല ഇവിടെ. ഓക്കെ.